ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ആർട്ട് കോർ കേവ് ലൈഫ് എപ്പിസോഡ് 2. ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫുഡ് വേണം. ഇത് ആർട്ട് കോർ ആണതുകൊണ്ട് ഫുഡിൽ നടക്കത്തില്ല. മറ്റ് ചത്തിട്ടെങ്കിലും ഫുഡ് കിട്ടായിരുന്നു, നടക്കത്തില്ല. പിന്നെ നമുക്ക് വേണ്ടി ഫസ്റ്റത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വുഡിൻ്റെ ഫാം ഉണ്ടാക്കുന്നു. ഫാമല്ല, വുഡ് വെക്കാനുള്ള ചെറിയ ഏരിയ. പക്ഷേ അത് വർക്കാവത്തില്ല. ഇത് സ്പ്രൂസിൻ്റെ ട്രീ ആണ്, അതുകൊണ്ട് നല്ല സ്ഥലം വേണം. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം കൂട്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടാക്കണം. എൻ്റെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ കേവാണ്, അങ്ങോട്ട് ടോർച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ മോപ്സ് സ്പോണായിട്ടും കെട്ടിനെ കൊല്ലാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മതിൽ പണിയേണ്ടി വരും, പണിയണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് കോള്. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കുറച്ച് ഷെയർ ഡയറക്റ്റ് വെച്ചിട്ട് ഇതിൻ്റെ വലിയ ഫാം ഉണ്ടാക്കാം. അതിന് മുമ്പ് ആകെ 3 അങ്കറുള്ളൂ. ജയിച്ചിക്ക് ഓടാനൊന്നും പറ്റില്ല. അതുപോലെ അവിടെ കുറേ സോംബീസൊക്കെ നടക്കും, പിന്നെ കൊന്നുകളി. അപ്പോൾ ആദ്യം ഇത് കുറച്ച് വലുതായിട്ട് ഫുഡ് ആക്കിയിട്ട് നമുക്ക് പണി തുടങ്ങാം. അതൊരു വെറുതെ ഇരിക്കണ്ട, നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഭാവിയിൽ വെക്കാം. ഇപ്പം നമുക്ക് അതിനുവേണ്ട സ്ഥലം സെറ്റാക്കാം. എപ്പോഴേലൊക്കെ വെക്കുന്നുണ്ടാവും, വെക്കും, ചത്തില്ലെങ്കിൽ വെക്കും. ഓക്കെ, ഇത്ര തന്നെ മതിയായിരിക്കും. ഇത് മതി. ഫുഡ് ഇപ്പോൾ ആയിട്ടില്ല. നമുക്ക് പിന്നെ വെറുതെ ഇരിക്കണ്ട, അങ്ങനത്തെ ഒരുപാട് കേവ്സ് ഉണ്ട്, അതൊക്കെ മൂടാം. ഇതിനിടയിൽ ഒരുപാട് കേവ്സ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വെക്കുന്ന ക്രീപ്പർ ഒന്ന് ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അതുകൊണ്ട് ഇതെല്ലാം മൂടിയേക്കാം. ഫൈനലി കുറച്ച് ഫുഡായി, ഇത് എടുത്ത് പോയേക്കാം. നമുക്കിനി ഇപ്പോഴുള്ള ഫുഡും വെച്ച് ഇവിടെ ഫാം സെറ്റാക്കാം. കേവിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറേ ഡയറക്റ്റ് ഉണ്ട്, അത് ഞാൻ എല്ലാം പൊടിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം അത്രയും മതി. ഞാനിവിടെ എല്ലായിടത്തും വെള്ളം ഒഴിക്കട്ടെ. എനിക്കവിടെ നടക്കുമ്പോൾ അവിടെ നിന്നൊക്കെ സോമ്പിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ആകെ 2 ആർട്ടുള്ളൂ. എവിടെ നിന്നെങ്കിലും ചാടി വന്നാൽ ഞാൻ ഇപ്പം ചാവും. എനിക്ക് പൊട്ട് ഫുഡില്ല, അതുകൊണ്ട് ഞാൻ 2 പൊട്ടറ്റോ എടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടു. അതിൻ്റെ ആകെ 3 പൊട്ടറ്റോ ഉള്ളൂ. ഓക്കെ, ഞാൻ അപ്പം എൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ വെക്കട്ടെ, ബാക്കിയൊക്കെ ഇത് വളർന്നിട്ട് വെക്കാം. അതുവരെ കിട്ടും. അതുവരെ ഞാൻ എന്ത് ഫുഡ് കഴിക്കുന്നേക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പോൾ ഉള്ള ഫുഡും ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഉടക്കി വെച്ചു. ഓക്കെ, അവിടെ ഫുഡ് വളരാത്ത ഹൈറ്റില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ വളരുന്നുണ്ട്, കുറച്ചും കൂടി ഹൈറ്റുള്ള അടുത്ത് വെച്ചപ്പോൾ. ഇതാണ് സോംബി പറഞ്ഞ്. ഇതാണ് പ്രശ്നം, അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മോപ്സ് ഇങ്ങോട്ട് കയറി വരും. ഞാൻ പിന്നെ ഫുഡില്ലെങ്കിൽ ചാവും. അതാണ് ക്രീപ്പർ. ഇവരൊക്കെ ഇവിടുന്ന് പൊട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആളെ മോപ്സ് സ്പോണായിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് നടന്നു വരും. ഞാൻ ഇപ്പോൾ ക്രീപ്പറിനെ കണ്ടില്ലെങ്കിൽ എൻ്റെ ബാക്കിൽ നിന്ന് പൊട്ടി ഞാൻ ചത്തേനെ. ഓക്കെ, ഫുഡൊക്കെ നന്നായി വളരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ വുഡ് ഫാമല്ല, വുഡ് വെക്കാനുള്ള ഏരിയൻ്റെ പണി നോക്കാം. നമുക്ക് ഇത് മീതിക്ക് ഒഴിക്കണേക്കാട്ടും നല്ല അടിക്ക് ബ്ലോക്ക് ഒഴിക്കാനാണ്. മീതിക്ക് ഒഴിക്കുകയാണെങ്കിൽ ഒടുക്കത്ത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മീതിക്ക് വേണ്ട. പിന്നെ മീതെ കുറേ വെള്ളം ഉണ്ടാവും, താഴെ കുറേ കേവുണ്ടാവും. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയയിൽ മതി. നമുക്ക് താഴത്തേക്ക് 8 ബ്ലോക്ക് അല്ലെങ്കിൽ 4 ബ്ലോക്ക് ഒഴിക്കാം. 4 ബ്ലോക്ക് മതിയെന്ന് ഞാൻ മറന്നുപോയി, ഡയമണ്ട് പിക്കാസ് ഒന്നും ഇല്ലെന്ന്. 4 ബ്ലോക്ക് താഴത്തേക്ക് ഒഴിക്കാം. എൻ്റെ ഫുഡ് കൊണ്ട് തീർന്നു. ഈ പെട്ടെന്ന് വളർന്ന ഈ ബീട്രൂട്ടാണ്. അതുപോലെ ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഈ ബീട്രൂട്ടാണ്. ഇതൊട്ടും എഫക്റ്റീവ് അല്ല കേട്ടോ. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ആ പൊട്ടറ്റോ വളർത്തിയെടുക്കേണ്ടി വരും. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഒരു വട്ടം പോലും ടങ്കർ ഫുള്ളായിട്ടില്ല. താഴത്തേക്ക് കേവുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്കിത് കൂടാം. അതിൻ്റെ അടിയിൽ അയണൊക്കെ ഉണ്ട്, പിന്നെ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലിൽ ഇത് കുഴിക്കാം. അടിക്ക് 4 ബ്ലോക്ക്. ആദ്യം ഒരു ബ്ലോക്കിൽ എല്ലാം ഇതാക്കിയിടട്ടെ. എന്നിട്ട് അവിടെ നമുക്ക് 4 ബ്ലോക്ക് അടിക്ക് കുഴിക്കാം. ഓക്കെ, ഇത് മതി. ഇനി ഇവിടെ നമുക്ക് താഴത്തേക്ക് 4 8 ബ്ലോക്ക് കുഴിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വളരത്തില്ല ട്രീ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടൈം ലൈൻസ് കണ്ടു, അതിൻ്റെ പിക്കാസ് എന്തായാലും കുറേ പൊട്ടും. ഫൈനലി എൻ്റെ കുറേ പിക്കാസ് പൊട്ടി. അത് അയൺ പിക്കാസ് പൊട്ടി. എന്നിട്ട് അവസാനം സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കി. ഓക്കെ, ഞാൻ 4 ബ്ലോക്കിലും കുഴിച്ചില്ല, 3 ബ്ലോക്ക് കുഴിച്ചിട്ടുള്ളൂ. ഒടുക്കത്തെ പാടായിരുന്നു അത്രയും ബ്ലോക്ക് കുഴിക്കാൻ വേണ്ടി. ഓക്കെ, ഞാൻ മീതിക്ക് ലാഡർ വെച്ചിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയാണ്. അങ്ങനെ ചാടി ഞാൻ പെട്ടെന്ന് ചാവും. ഇനി നമുക്ക് ഇവിടെ ട്രീ വെക്കാം.
സ്പ്രൂസ് കൊണ്ട് നല്ല സ്ഥലം വേണം. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സൈഡിക്ക് 14 ബ്ലോക്ക് എത്ര ഡിസ്റ്റൻസ് വേണം. അതിൽ 14 ഒന്നുമില്ല, പക്ഷെ വളരെ ഒഴിക്കും, വളരെ ഉണ്ടാവും. മീതിക്കിത് കുറച്ചുകൂടെ അധികം കേട്ടോ. അതിന് മീതിക്ക് 7 ബ്ലോക്ക് എത്രയും മതി ഡിസ്റ്റൻസ്. ഇത് അതിനെക്കാട്ടും കുറേ ഉണ്ട്. ഞാൻ 4 ലീഫായിട്ട് വെക്കണില്ല. സ്ഥലമുണ്ട്, നടുക്കിൽ വെക്കുകയാണെങ്കിൽ വളരെ 4 ലീഫാണെങ്കിൽ 1-2 ട്രിയോ വെക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം 1 വെക്കുന്നുള്ളൂ. വേണമെങ്കിൽ 4 വെക്കാൻ, പക്ഷെ വേണമെങ്കിൽ ഇപ്പം അധികം കൂട്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ മതിലൊക്കെ പണിയാണ് ഈ സ്റ്റോൺ കൊണ്ടാണ്, അതുകൊണ്ട് ഇപ്പം അധികം കൂട്ട് വേണ്ട. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള ലീഫ് വെച്ചിട്ടു. ഞാൻ മറ്റേ ഫ്രണ്ടിൻ്റെ അവിടെ പോയിട്ട് കുറേ ലീഫ് വെച്ചിട്ടു. എന്തെങ്കിലും ചാടിന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഫ്രണ്ടിൻ്റെ അവിടെ കുറച്ച് മരം, ഫ്രണ്ടിൻ്റെ അവിടെ കുറച്ച് മരം വളർന്നിട്ടുണ്ട്. അതിന് വളർന്നിട്ട് അതിന് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അതുകൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സോംബി വരുവാണ്. ആ കേവിൻ്റെ ഉള്ളിൽ നിന്നല്ല വന്നെന്ന് വിചാരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ടോർച്ച് വെച്ചാണ്, അതിൻ്റെ ഉള്ളിലാണ് എനിക്കിന് വയ്യ. ഞാൻ പെട്ടെന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. എനിക്കിനി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വേണം പണിയാൻ, മറ്റേ മതിൽ പണിയാൻ. അപ്പം മോബ്സ് വരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ പതുക്കെ ഈ ബീട്രൂട്ടൊക്കെ കളഞ്ഞ് പൊട്ടറ്റോയും മറ്റേ വീറ്റും കവർ ചെയ്യാട്ടോ കേട്ടോ. ഇത് വളരെ ഇരിക്കില്ലേ, കുറേ നേരം എടുത്ത് പണിയതാണ്. വളരുന്നില്ലെങ്കിൽ അപ്പം എല്ലാം ഇതാണ്ട് അവിടെ ഒരു ക്രീപ്പ് വെക്കണ്, എനിക്ക് വയ്യ. ഓക്കെ, ഞാൻ അതിനെ പോയി കൊല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും പണി എന്തെങ്കിലും എടുക്കുമ്പോൾ അതിനെ വന്ന് കൊല്ലും. ഓൾമോസ്റ്റ് ചത്തന്ന് കരുതിട്ടോ. ഒരു സെക്കൻഡ് ഷീൽഡ് പിടിച്ചിരുന്നില്ല പൊട്ടുമ്പോൾ, ചത്തന്ന് കരുതി. ഓക്കെ, നമുക്കിനിവിടെ മതിൽ പണിയാം. ഞാൻ വലുതായിട്ട് വലിയ ഡിസൈൻ ചെയ്തിട്ട് പണിയണില്ല. അത് ഞാൻ കുറേ ബ്ലോഗൊക്കെ എടുത്താണ് മൈൻഡ് ചെയ്തിട്ട് വലുതായിട്ട് പണിയും. പക്ഷേ ഇപ്പം അധികം വലുതായിട്ട് പണി തോന്നുന്നില്ല. ഇവിടെ അധികം നേരം നിൽക്കാൻ തോന്നുന്നില്ല എനിക്ക്. ഓക്കെ, ഞാൻ അവിടെ പെട്ടെന്ന് മോബ്സ് വരാത്ത രീതിയിൽ ബ്ലോക്ക് വെച്ച് പോയിട്ടുണ്ട്. വലുതായിട്ട് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇതും കൂടി വെച്ചേക്കാം, ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ആൾമോസ്റ്റ് ഫിനിഷായി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾസും തീർന്നു. ഇത് മതി. എന്താ ലുക്ക്, എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് വളർന്നിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗി വരില്ല. എനിക്ക് ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. കൈനോട്ടം കിട്ടിയാൽ അന്നത്തെ വീഡിയോയിൽ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു.